ചേർക്ക് പന്നി നിൽക്കുമ്പോ കുറച്ച് പ്രശ്നം കാണും. സഹിച്ചോളാം. ഈ നെയ് കഷ്ണം തന്നെ എടുക്കാം. ഓ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല ഗൈസ്, അടിപൊളിയാ. അത് ഹൈലൈറ്റ് നെയ് കഷ്ണം. ഈ പന്നിയുടെ നെയ് കഷ്ണം മാത്രം ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളവരുടെ കമന്റ് ചെയ്യണേ. ഓ ഈ നെയ് കഷ്ണം കഴിക്കുമ്പോഴുള്ള സാറ്റിസ്ഫാക്ഷൻ എന്താണെന്നറിയോ? ഞാൻ ഈ കുട്ടൂസിന്റെ വീഡിയോ കണ്ടേ, ഇതേതൊരു സംഘികളുടെ പേജിൽ അങ്ങനെ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ഒറിജിനൽ ഐഡിയ ആണെന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിന്റെ കമന്റ് ബോക്സ് നോക്കുമ്പോൾ പന്നി ഇറച്ചി തിന്നുന്നത് കണ്ടു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് കുരുപൊട്ടുമെന്ന ലെവലുള്ള കമന്റും അതനുസരിച്ചുള്ള ഒരു അവതരണ ശൈലിയായതുകൊണ്ട് സംഘികളുടെ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറെക്കുറെ മനസ്സിലാവും, പന്നി ഇറച്ചി തിന്നുന്നത് കണ്ടു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് മതവികാരം വ്രണപ്പെടും, മുസ്ലിങ്ങളെ കുരു പൊട്ടിക്കുക എന്ന നിലക്കാണ് ഇവർ വീഡിയോ അവതരിപ്പിക്കുന്നത്. എൻ്റെ കുട്ടൂസിന് പന്നി ഇറച്ചി തിന്നാ, ബീഫ് തിന്നാ, മട്ടൻ തിന്നാ, ചിക്കൻ തിന്നാ, ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ലെന്നേ. ഇപ്പൊ എന്നെ കാണുന്നില്ലേ, ഞാൻ നല്ല പാല പിടിക്കുന്നത്. പാലിൻ്റെ കൂടെ നല്ല അടിപൊളി ഈത്തപ്പഴങ്ങളിൽ ഏറ്റവും വില കൂടിയ അജുവ ഈത്തപ്പഴമുണ്ട്, നല്ല അണ്ടിപ്പരിപ്പുണ്ട്, അതുപോലെ തന്നെ ബദാം ഉണ്ട്, നല്ല ഉണക്കമുന്തിരി ഉണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കുന്നത്. അതുപോലെ കുട്ടൂസിന് എന്താക്കാം, കുട്ടൂസിന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ബീഫിന്റെ പോർക്കിന്റെ നല്ല നെയ്യുള്ള പീസോ നെയ്യ് ഇല്ലാത്ത പീസോ അല്ലെങ്കിൽ അതിന്റെ ഏത് ഭാഗവും കുട്ടൂസിന് കഴിക്കാം. നിങ്ങൾക്ക് ആർക്കൊരു പ്രശ്നമില്ല. പിന്നെ ആർക്ക് കുരു പൊട്ടുമെന്നാണ് നിങ്ങളൊക്കെ പറയുന്നത്? അതാ മനസ്സിലാകാത്തത്. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, പന്നി എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് വിശുദ്ധ പന്നിയല്ല. ഓക്കെ, വിശുദ്ധ പശു പോലെ മുസ്ലിങ്ങൾക്ക് പന്നി വിശുദ്ധ പന്നിയല്ല. നിങ്ങൾ ആരെങ്കിലും പന്നി ഇറച്ചി കഴിച്ചാൽ ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾക്ക് എന്താ മതവികാരം ഉണർത്തണ്ടേ? എനിക്കതിന്റെ ഗുട്ടൻസ് മനസ്സിലാവുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്തും കഴിക്കാം. ഞാൻ നിങ്ങൾക്ക് അതൊന്നും പോരായിട്ട് മുസ്ലിങ്ങളുടെ മതവികാരം വ്രണപ്പെടാൻ വേണ്ടിയിട്ട് എരുമച്ചാണകം കഴിക്കണോ? പോയി കഴിച്ചോളൂ. പശുവിന്റെ ചാണകം കഴിക്കണോ? നിങ്ങൾ കഴിച്ചു, ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ കഴിക്കൂല കേട്ടോ. എന്താ അറിയോ, ഞങ്ങൾക്ക് അതൊക്കെ നജസാണ്, വൃത്തികേടാണ്. ഇപ്പൊ ഒരു കോഴി അറുത്ത് കഴിഞ്ഞാൽ നമുക്കത് ഭക്ഷിക്കാം. അത് ആടായാലും ഒട്ടകായാലും ബീഫായാലും മുസ്ലിങ്ങൾ കഴിക്കുന്ന മാംസാഹാരങ്ങൾ അറുത്ത് ഭക്ഷിക്കണം. ഇനി നോർമലി ഒരു കോഴി ചത്തുപോയി, അത് ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ പറ്റില്ല. അതെന്താ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നജസാണ്. അറുത്ത് കഴിഞ്ഞിട്ട് രക്തം ഒഴിച്ചു പോകണം. നമ്മൾ മാംസാഹാരം കഴിക്കുന്നതിന് അങ്ങനെ കുറച്ച് രീതികളുണ്ട്. എന്നും കരുതി നിങ്ങൾ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. കുട്ടൂസിന്റെ പ്രശ്നം എന്താ? കുട്ടൂസ് നെയ്യുള്ള പീസിന്റെ അടുത്ത് നിന്ന് കാണുമ്പോൾ എനിക്കൊക്കെ ഇങ്ങനെ മതവികാരം വളർപ്പെട്ടിട്ട് ഇങ്ങനെ വിരാതാവുന്ന ഒരു തേങ്ങില്ല. നിങ്ങളുടെ തെറ്റിദ്ധാരണയാണത്. കുട്ടൂസിന് എന്തും കഴിക്കാം, നല്ല ഫാറ്റുള്ള പന്നീർ നെയ്യോ പോത്തിന്റെ നെയ്യോ എന്ത് കഴിച്ചോ, കുഴപ്പമില്ല. ആ നെയ്യ് ശരീരത്തിൽ എടുത്ത് കാണിക്കാനുണ്ട്, അങ്ങനെ കഴിക്കുന്നുണ്ടായിരിക്കും അല്ലേ? അതുകൊണ്ട് മുസ്ലിങ്ങളുടെ മതവികാരം വ്രണപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിന് പോത്തിന്റെ ചാണകം കഴിച്ചാലും എരുമച്ചാണകം കഴിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം ഞങ്ങൾ ആരാധിക്കുന്ന ഒരു ജീവിയോ ഞങ്ങളെ പ്രിയപ്പെട്ട ജീവിയോ ഒന്നുമല്ല പന്നി. പിന്നെ പന്നി ഇറച്ചി നിങ്ങൾ കഴിച്ചാൽ മുസ്ലിങ്ങൾക്ക് മതവികാരം വ്രണപ്പെടും എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? ഞാൻ കുറെ നാളായിട്ട് ആലോചിക്കുന്നതാണ്. ഇമാതിരി ഉളത്തരം പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എവിടെന്നെങ്കിലും പ്രത്യേകിച്ച് നിങ്ങൾക്ക് കോഴ്സ് കിട്ടുന്നുണ്ടാ, പ്രത്യേക നിങ്ങൾക്ക് ക്ലാസ് ട്രെയിനിങ് കിട്ടുന്നുണ്ടാ? അതല്ല സംഖ്യയായതിനു ശേഷം നിങ്ങൾ മന്ദബുദ്ധികളാങ്ങിയ, അതല്ല ജനിക്കുമ്പേ മന്ദബുദ്ധികളായ ആൾക്കാരെ സംഘിയിലേക്കും ക്രിസ്ത്യൻഗിയിലേക്കും റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതാണോ? അതുകൊണ്ട് പന്നി ഇറച്ചി നിങ്ങൾ എത്ര വേണമെങ്കിലും കഴിച്ചോ, എങ്ങനെ വേണമെങ്കിലും കഴിച്ചോ, വരട്ടിയിട്ടോ ഫ്രൈ ആക്കിയിട്ടോ ചുട്ടിട്ടോ സൂപ്പാക്കിയിട്ട് കുടിക്കുകയോ എന്ത് വേണം കഴിച്ചോ. അതുകൊണ്ട് പന്നി ഇറച്ചി നിങ്ങൾ കഴിച്ചാൽ ഒരു കാരണവശാലും മുസ്ലിങ്ങൾക്ക് മതവികാരം വ്രണപ്പെടില്ല. ചില ഊടകൾ പറയാറുണ്ട് മലപ്പുറത്ത് പന്നി ഫെസ്റ്റിവൽ നടത്തണം. എന്താ പ്രശ്നം നടത്തിയാലേ? പന്നി ഞങ്ങളുടെ വിശുദ്ധ ജീവിയാണോ? ഞങ്ങൾക്ക് നജസാണ്. പൂച്ചിറച്ചി നമ്മൾ കഴിക്കലെന്താ? ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പൂച്ച ഞങ്ങൾക്ക് വിശുദ്ധ പൂച്ചയാ. അതുകൊണ്ട് ആദ്യം എന്താണ് പറയുന്നതെന്നും എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്നും സ്വയം നിങ്ങൾക്ക് പഠിക്കുക. ഒന്നുമില്ലെങ്കിൽ വിവരം ഇല്ല എന്നുള്ള വിവരമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകണം. ഇത്രേ പറയാട്ടോ കേട്ടാ. ഓക്കെ, അതുകൊണ്ട് കുട്ടൂസ് തൽക്കാലം പന്നി ഇറച്ചിയും കഴിച്ച് നല്ല നെയ്യിന്റെ പീസും കഴിച്ച് നല്ല നെയ്യ് പോലത്തെ ഒരു കുട്ടൂസായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ബൈ.